നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിലാണ് രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായത്. വിനോദസഞ്ചാരികളായി ജമ്മു കാശ്മീരിലെത്തിയ 26 പേരെയാണ് ഭീകരർ അന്ന് കൊലപ്പെടുത്തിയത്. ഇവർ മുസ്ലിമുകളല്ല എന്ന് ചോദിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം കലിമ ചൊല്ലാൻ ആവശ്യപ്പെടുകയും അങ്ങനെ കലിമ ചൊല്ലാൻ കഴിഞ്ഞവരെയെല്ലാം വെറുതെ വിടുകയും കലിമ ചൊല്ലാത്തവരെയെല്ലാം വെടിവെച്ച് കൊല്ലുകയുമാണ് അന്ന് ചെയ്തത്. തീർത്തും മതപരമായ ഒരു ആക്രമണമായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര സംവിധാനത്തെ തകർക്കുക, ഇവിടെ മതവിദ്വേഷമുണ്ടാക്കുക, ഒരു കലാപമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയൊക്കെയാണ് അത്തരത്തിൽ ഒരു ഭീകര ആക്രമണം അവിടെ നടന്നത്. ഭീകരർക്ക് മതമില്ല, അവർ വന്ന് ആളുകളെ, നിരപരാധികളെ കൊന്നിട്ട് പോകുന്നു. പക്ഷേ അതിനിടയിൽ മതം ചോദിച്ച് കൊന്നുകളയാം എന്നൊരു ബുദ്ധി ഇത്തവണ പാകിസ്ഥാൻ ഭീകര സംഘടനകൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാന് കൃത്യമായ തിരിച്ചടി ഇന്ത്യ നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള സൈനിക നടപടിയിലൂടെ പാകിസ്ഥാന് വലിയ തിരിച്ചടി തന്നെ ഇന്ത്യ നൽകി. കനത്ത മറുപടി തന്നെ ഇന്ത്യ നൽകുകയും ചെയ്തു. പഹൽഗാം ഭീകരാക്രമണത്തിന് സമാനമായി, എന്നാൽ അതിൽ നിന്നും ചില വ്യത്യസ്തതകളുള്ള മറ്റൊരു ഭീകരാക്രമണം ഇപ്പോൾ മുംബൈയിൽ നടന്നിരിക്കുന്നു. അത് ഭീകരാക്രമണം തന്നെയാണോ, അതിന് പിന്നിൽ ഭീകര സാന്നിധ്യമുണ്ടോ എന്നൊക്കെയുള്ള അന്വേഷണം മഹാരാഷ്ട്ര പോലീസിൻ്റെ ഭീകരവിരുദ്ധ വിഭാഗം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച അതിരാവിലെ 4 മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് മുംബൈയിലെ മീര റോഡ് എന്ന് പറയുന്ന സ്ഥലം, അതിൻ്റെ നയാനഗർ പോലീസ് സ്റ്റേഷൻ അതിർത്തി പ്രദേശത്താണ് ഇത്തരത്തിലൊരു ക്രൂരമായ ആക്രമണം നടന്നത്. ഇവിടെ ജയ്ബ് സുബൈർ അൻസാരി എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇയാൾ കത്തിയുമായി പുറത്തിറങ്ങി. അതിരാവിലെ 4 മണിക്ക് 2 സെക്യൂരിറ്റി ഗാർഡുമാരെ കാണുന്നു. ഈ 2 സെക്യൂരിറ്റി ഗാർഡുമാരും അവിടെയുള്ള ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ സെക്യൂരിറ്റി ഗാർഡുകളായി ജോലി ചെയ്യുന്നവരായിരുന്നു. ഇവരുടെ പേര് രാജ്കുമാർ മിശ്ര എന്നും സുബ്രതോ രമേശ് സെൻ എന്നുമാണ്. ഇവരോട് ഭീകരൻ വന്ന് സംസാരിക്കുന്നു. അതിനുശേഷം ഇവരേത് മതത്തിലുള്ളവരാണ് എന്നൊക്കെ ചോദിച്ചറിയുന്നു. അതിനുശേഷം കലിമ ചൊല്ലാൻ ആവശ്യപ്പെടുന്നു. ഈ രാജേഷ് മിശ്ര എന്ന് പറയുന്ന വ്യക്തിക്ക് കലിമ ചൊല്ലാൻ അറിയില്ല. അദ്ദേഹം കലിമ ചൊല്ലാൻ വിസമ്മതിക്കുന്നു. അതുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് രാജേഷ് മിശ്രയെ അതീവ ഗുരുതരമായി കുത്തി പരിക്കേൽപ്പിക്കുന്നു. തടയാൻ ശ്രമിച്ച സുബ്രതോ രമേശ് സെന്നിനും കുത്തുകിട്ടുന്നു. പക്ഷേ രാജേഷ് കുമാർ മിശ്രയുടേത് ഗുരുതരമായ പരിക്കുകളായിരുന്നു. അത്ര ഗുരുതരമല്ലാത്ത പരിക്കുകളായിരുന്നു സുബ്രതോ രമേശ് സെന്നിന് കിട്ടിയത്. പക്ഷേ ഈ സംഭവം നടന്നതിന് ശേഷം അക്രമി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് സ്ഥലം വിടുന്നു. അതിരാവിലെ ആയതിനാൽ അധികം ആളുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവരുടെ ഈ ബഹളം കേട്ട് അപ്പുറത്തു നിന്നും ആൾക്കാരൊക്കെ കൂടിയെത്തുന്നു. ആൾക്കാർ എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്നും അപ്രത്യക്ഷനാകാൻ ഈ പറയുന്ന തീവ്രവാദിയായിട്ടുള്ള ജയ്ബ് സുബൈർ അൻസാരിക്ക് സാധിക്കുന്നു. പക്ഷേ നയാനഗർ പോലീസ് വിട്ടുകൊടുത്തില്ല. 90 മിനിറ്റിനകം, അതായത് 1 മണിക്കൂറിനകം ഈ പറയുന്ന ഭീകരവാദിയെ അറസ്റ്റ് ചെയ്യാൻ നയാനഗർ പോലീസിന് സാധിച്ചു. അതായത് ഈ സംഭവം നടന്ന സ്ഥലത്ത് CCTV ദൃശ്യങ്ങളുണ്ടായിരുന്നു. ഈ CCTV ക്യാമറയുടെ നിരീക്ഷണ വലയത്തിനുണ്ടായിരുന്ന സ്ഥലത്താണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നത്. അതുകൊണ്ട് തന്നെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പ്രതിയെ പിടിക്കാൻ സഹായിച്ചു. ഉടൻ തന്നെ ഏതാണ്ട് 90 മിനിറ്റിനകം തന്നെ നയാനഗർ പോലീസ് ഈ കുറ്റവാളിയെ പിടികൂടുന്നു. അതിനുശേഷം നടന്ന അന്വേഷണത്തിലാണ് ഇയാൾക്ക് ചില ഭീകര ബന്ധങ്ങൾ ഉണ്ടാകാം എന്ന സംശയം കിട്ടുന്നത്. അതിനുശേഷം ഇയാളെ മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡിന് കൈമാറുകയായിരുന്നു. ഇദ്ദേഹത്തെ ഈ ഭീകരവിരുദ്ധ സ്ക്വാഡ് ഇപ്പോഴും ചോദ്യം ചെയ്തു വരികയാണ്. പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച് ലോൺ വൂൾഫ് അറ്റാക്കാണ് നടത്തിയത് എന്ന് മഹാരാഷ്ട്ര പോലീസ് വിലയിരുത്തുന്നുണ്ട്. അതായത് ഒറ്റയ്ക്ക് ഒരു ഭീകരാക്രമണം നടത്തുക എന്ന ഒരു സങ്കല്പമാണത്. ഉദാഹരണത്തിന് പഹൽഗാമിൽ നടന്നത് ഒരു 1-ാം തരം വലിയ ഭീകരാക്രമണമാണ്. ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന ലഷ്കർ ഇ ത്വയ്ബ എന്ന പാക് ഭീകര സംഘടനയാണ്. ലഷ്കർ ഇ ത്വയ്ബയ്ക്ക് ഇങ്ങനെ ഒരു ഭീകരാക്രമണം നടത്തണമെന്ന നിർദ്ദേശം നൽകിയത് പാകിസ്ഥാൻ ചാര സംഘടനയായ ISI ആണ്. പാകിസ്ഥാൻ സൈന്യത്തിന് പോലും ഈ ആക്രമണവുമായി നേരിട്ട് പങ്കുണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന. ലഷ്കർ ഭീകരർക്ക് കൃത്യമായ പരിശീലനം നൽകുന്നു. അവരെ ഇന്ത്യയുടെ അതിർത്തി കടത്തിവിടുന്നു. അവർ ജമ്മു കാശ്മീരിൽ വന്ന് വിനോദസഞ്ചാരം നടത്തിക്കൊണ്ടിരുന്ന ആളുകളെ, നിരപരാധികളെ വെടിവെച്ച് കൊല്ലുന്നു. ഇവിടെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഭീകര സംഘടനയാണ് ഇവിടെ ഈ ആക്രമണം നടത്തിയത്. ഒന്നിലധികം ആളുകൾ ചേർന്ന് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ഇവർക്ക് കൃത്യമായി കമാൻഡ് നൽകുന്ന മറ്റൊരു വിഭാഗം പാകിസ്ഥാനിൽ ഇരുന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. രാജ്യത്ത് നടന്നിരുന്ന ഭീകരവാദ ആക്രമണങ്ങളെല്ലാം ഏതാണ്ട് ഇത്തരത്തിൽ നടന്ന ഭീകരാക്രമണങ്ങളായിരുന്നു. മുംബൈ ഭീകരാക്രമണവും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല.
ഏതെങ്കിലും ഒരു ഭീകര സംഘടന ഇത് നടപ്പിലാക്കുന്നു, ഇതിൻ്റെ ബുദ്ധികേന്ദ്രം പാകിസ്ഥാൻ സൈന്യമോ ISIയോ ആയിരിക്കും. പാകിസ്ഥാൻ്റെയോ സൈന്യത്തിൻ്റെയോ ISIയുടെയോ ഉദ്യോഗസ്ഥർ അവിടെ ഇരുന്ന് ഈ കാര്യങ്ങൾ കമാൻഡ് ചെയ്യുകയും ചെയ്യും. അവർക്ക് താഴെ ലഷ്കർ-ഇ-തോയ്ബയുടെ കമാൻഡറും ഈ ആക്രമണത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇതാണ് ഇന്ത്യയിൽ ഭീകര ആക്രമണങ്ങൾ നടത്തുന്ന സംഘടനകൾ ചെയ്തു പോന്നിരുന്നത്. പക്ഷേ ഇത്തവണ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തായി ലോൺ വൂൾഫ് അറ്റാക്കുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും നടന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും അതിനാവശ്യമായ ആയുധങ്ങൾ ശേഖരിക്കുന്നതുമെല്ലാം ഒരൊറ്റ വ്യക്തിയായിരിക്കും. ഒരുപക്ഷെ ഇയാളുമായി നേരിട്ട് മറ്റു ഏതെങ്കിലും ഒരു ഭീകര സംഘടനയ്ക്ക് ബന്ധമുണ്ടാവില്ല, നേരിട്ട് ബന്ധമുണ്ടാവില്ല. ഈ ആക്രമണം നടത്തുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നിർദ്ദേശം അനുസരിച്ചാവില്ല. ഈ ആക്രമണം കമാൻഡ് ചെയ്യുക എന്നത് ഏതെങ്കിലും ഒരു വിദേശ ടെററിസ്റ്റും ആയിരിക്കില്ല. ഇത്തരത്തിൽ ഓൺലൈനിലൂടെയും മറ്റും ഒരു വ്യക്തി, പ്രത്യേകിച്ചും അന്തർമുഖന്മാരായ വ്യക്തി, ആ വ്യക്തികൾക്ക് ഭീകരവാദ ആശയങ്ങൾ ഇവരിൽ ആരൊക്കെയോ കുത്തിവെക്കും. അതിനുശേഷം ഇവർ സ്വയം ഭീകരവാദികളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഇവർ ഒറ്റയ്ക്ക് താമസിക്കും. അവിടെ ഇരുന്നു കൊണ്ട് ISIയുടെ വീഡിയോകൾ കാണും, ഭീകരവാദ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഭീകരാക്രമണങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കും, ആയുധങ്ങളെക്കുറിച്ച് പഠിക്കും, ആയുധങ്ങൾ നിർമ്മിക്കാൻ പഠിക്കും. അതിനുശേഷം ഇത്തരം ആയുധങ്ങൾ സംഘടിപ്പിച്ച് ഒറ്റയ്ക്കൊരാക്രമണം, ഒരു കത്തി കൊണ്ട് പരമാവധി ആളുകളെ കുത്തിക്കൊല്ലുക, ഒരു ട്രക്ക് ഓടിച്ചുകൊണ്ട് പരമാവധി ആൾക്കൂട്ടത്തെ കുത്തിക്കൊല്ലുക. ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നടത്താൻ ISIS അടക്കമുള്ള ഭീകര സംഘടനകൾ ഇന്ത്യയിലെ യുവാക്കളോട് ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. ഇത്തരത്തിലൊരു ഭീകരനാണോ ഈ അൻസാരി എന്നാണ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത്. മീരാ റോഡിലെ ഒരു ഫ്ലാറ്റിൽ ഇയാൾ ഒറ്റയ്ക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി താമസിക്കുകയായിരുന്നു. 2019 മുതൽ ഇയാൾ ഈ രാജ്യത്ത് കെമിസ്ട്രി അധ്യാപകനായി ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ്. ചില പ്രധാനപ്പെട്ട കോച്ചിങ് സെൻ്ററുകളിലും മറ്റും ഇയാൾ വിദ്യാർത്ഥികളെ കെമിസ്ട്രി പഠിപ്പിക്കുന്നു. മാത്രമല്ല ഇയാൾ അതിനു മുമ്പ് 2019 മുമ്പ് അമേരിക്കയിലായിരുന്നു. ദീർഘകാലം അമേരിക്കയിൽ കഴിഞ്ഞ ഇയാൾ 2019 തിരിച്ചു വന്നതിന് ശേഷം ഇയാളുടെ മനസ്സിൽ ഭീകരവാദ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. കെമിസ്ട്രി അധ്യാപകനായതുകൊണ്ട് തന്നെ ബോംബുണ്ടാക്കാനുള്ള രാസവസ്തുക്കളടക്കം സംഘടിപ്പിക്കാനും അത് നിർമ്മിക്കാനുമൊക്കെയുള്ള കഴിവ് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം. പക്ഷേ എന്തായാലും തീവ്രവാദ ആശയങ്ങളിൽ അടിമപ്പെട്ട് അതിൽ ആകൃഷ്ടനായി സ്വയം തീവ്രവാദിയായി മാറുകയും ഇത്തരത്തിലൊരു സുപ്രഭാതത്തിൽ തീവ്രവാദി ആക്രമണം നടത്തുകയുമായിരുന്നു ഇയാൾ എന്ന് പ്രാഥമികമായി തെളിഞ്ഞിട്ടുണ്ട്. ISIS അടക്കമുള്ള ഭീകര സംഘടനകളുമായി ഇയാൾ ചേർന്ന് പ്രവർത്തിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ അല്ലെങ്കിൽ മഹാരാഷ്ട്ര പോലീസിൻ്റെ ഭീകരവിരുദ്ധ വിഭാഗം ഇപ്പോൾ ഇയാളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. ഈ ആക്രമണത്തിൻ്റെ ഫോറൻസിക് തെളിവുകൾ പരിശോധിച്ചു വരികയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഭീകര ബന്ധം ഇയാൾക്കുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ്. തൽക്കാലം ഇയാൾ ഒരു ഒറ്റയാൻ ഭീകരനാണ് എന്ന ഒരു വിലയിരുത്തലിലാണ്. ഇയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. രാജ്യത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികളടക്കം ഒരുപക്ഷെ ഇയാളെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്തേക്കും.